ഗുഡ് മോർണിംഗ്. നിങ്ങളപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മോർണിംഗ് അല്ലായിരിക്കും കേട്ടോ, ഈവനിങ് ആയിരിക്കുമേ. അപ്പോൾ എന്തായാലും ഇതാ രാവിലെ ഞാൻ എണീറ്റ് ഇന്ന് പുട്ടും കടല ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കടല ഞാൻ ഇന്നലെ പൊതിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചിയെല്ലാം ഇട്ട് ഞാൻ വിചാരിച്ചു കടലക്കറി ആദ്യം ഗ്യാസിലേക്ക് വെച്ചാൽ പിന്നെ പതുക്കെ പുട്ടെല്ലാം റെഡിയാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഇന്ന് ഒരുപാട് പ്ലാനിങ് ഉണ്ട്. ഇന്നൊന്ന് വടകരയ്ക്ക് പോകണം അമ്മേൻ്റെ കൂടെ. അമ്മയ്ക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വടകരയ്ക്കെല്ലാം പോകണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതാട്ടോ ഞാൻ ഇത്ര രാവിലെ എണീറ്റ്, അല്ലേ ഞാൻ ഒരു 6:30 6:45 ആവും എണീക്കണമെങ്കിൽ. അപ്പോൾ കടലക്കറി ധ്യാനൂസിന് അത്രയ്ക്ക് പിടുത്തമില്ല കടലക്കറി. അവന് ചെറുപയറും പുട്ടുമാണ് ഇഷ്ടം. അപ്പോൾ കോമളമ്മയ്ക്ക് കടല വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കടല കുതിർത്തിയതായിരുന്നു കേട്ടോ. അപ്പോൾ കടല അങ്ങ് എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പുട്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നല്ലോണം കുതിർത്തി ഞാൻ അവിടെ വെച്ചു. പിന്നെ അത് കുഴയ്ക്കാൻ കുറ്റിയിലാക്കാൻ നേരത്ത് നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അമ്മ ഇന്ന് വന്നതുകൊണ്ട് തന്നെ അമ്മ അവിടെ നമ്മുടെ വയനാട്ടിലൊന്നും നമ്മുടെ കല്ലുമ്മക്കായി കിട്ടൂല. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം പോയിട്ട് കല്ലുമ്മക്കായി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കല്ലുമ്മക്കായി കിട്ടി. അപ്പം ഞാനത് വേവിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചു. പിറ്റേ ദിവസം കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ രാവിലെ ഓർത്തപ്പോൾ രാവിലെ തന്നെ അങ്ങ് എടുത്ത് വെച്ചാൽ അത് പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കും കട്ടയെല്ലാം മാറി ഇടുമല്ലോ എന്ന് വിചാരിച്ച് അത് വെള്ളം ഒഴിച്ചിടാമെന്ന് വിചാരിച്ചു. ഭയങ്കര തണുപ്പ്, എനിക്ക് പിടിക്കാനാവുന്നില്ല കേട്ടോ. അപ്പോൾ കൈ പൊള്ളിയതുപോലെ ആയിപ്പോയി. പിന്നെ ഉണ്ടല്ലോ, ഇങ്ങനെ കുക്കറിൽ ബിസിൽ വരുമ്പോൾ ഇങ്ങനെ എത്ര പേരുടെ ഇങ്ങനെ വെള്ളം പുറത്തേക്കാവുന്നുണ്ട്. ഞാൻ അതിനകത്ത് ഓരോ വീഡിയോ കണ്ടിട്ട് സ്പൂൺ ഇട്ട് നോക്കുന്നുണ്ട്, വെള്ളം കുറച്ച്, പിന്നെ എണ്ണ ഒഴിച്ച് നോക്കി എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇങ്ങനെ വെള്ളം എപ്പോഴും പോവും. ഏതെങ്കിലും സമയത്ത് മാത്രമേ ഇങ്ങനെ വെള്ളം പോകാണ്ട് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ പുട്ട് ആവി വരാറായി. ഞങ്ങളുടെ പുട്ടിൻ്റെ മൂട കാണാണ്ട് പോയിട്ടോ. അതിനാണ് മൂട ഇല്ലാണ്ടായിപ്പോയേ. അത് മാത്രമല്ല, ഇന്ന് എനിക്ക് വലിയ 8ൻ്റെ പണി കിട്ടിയിട്ടോ. കറണ്ട് പോയി. അപ്പോൾ ഞാൻ തേങ്ങ അരയ്ക്കാൻ നോക്കുമ്പോൾ കറണ്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ ഉടയ്ക്കുന്ന കേട്ടോ. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് എനിക്കിന്ന് ഭയങ്കര സങ്കടമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ അമ്മേനെ കൊണ്ട് പോകണമെന്ന് വിചാരിച്ച് പണിയെല്ലാം വേഗം തീർക്കാമെന്ന് വിചാരിച്ചപ്പോൾ കറണ്ട് പോയി. പിന്നെ ഒരു പണിയും നടന്നിട്ടില്ല, വീഡിയോ എടുക്കലും നടന്നിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ ധൃതി പിടിച്ചിട്ട് ഞങ്ങൾ ഓടുന്ന കേട്ടോ. ബസ്സിൻ്റെ സമയമായി എല്ലാം ആയിട്ടോ. അങ്ങനെ അതാ ഞാനും ആതിരേച്ചിയും എല്ലാവരും കൂടിയാണ് പോകുന്നത്. അമ്മയും ഞാനും ആതിരേച്ചിയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വടകര ബസ് സ്റ്റാൻഡിലെത്തി. ഞങ്ങൾ ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓട്ടോറിക്ഷ കയറി പോവുകയാണേ. നമ്മുടെ വാവേൻ്റെ തല മുട്ടയടിച്ചു കേട്ടോ. അപ്പോൾ അതാ സൂര്യ സിൽക്സിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അമ്മയ്ക്ക് 2 സാരി എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പോകുന്നത് കേട്ടോ. ഒരുപാട് സാരി സെലക്ഷനുകളുണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. നമുക്കെല്ലാം ഇങ്ങ് വാരി എടുത്തിട്ട് പോരാൻ വേണ്ടി തോന്നും, അത്രയ്ക്കുണ്ട് കേട്ടോ. അപ്പം അമ്മ 2 സാരി അതാണ് ഒന്ന്. അതുപോലെ കുട്ടികളുടെ എന്നെല്ലാം പറയുന്നത് നമ്മൾ ചാകര എന്ന് പറയില്ല, അതുപോലെ എനിക്കൊരു കൊതിയായി. എനിക്കൊരു പെണ്ണുകുഞ്ഞാവിയും കൂടി വേണമായിരുന്നു എന്നുള്ളൊരു കൊതിയായിട്ടോ. അത്രയ്ക്കും ചാകര ഡ്രസ്സുകളാണ് ഉള്ളത്. അപ്പോൾ പിങ്കിമോക്ക് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ ഡ്രസ്സെല്ലാം എടുത്ത് ഞങ്ങളിതാ ബസ്സിൽ കയറി. ഭയങ്കര വെയിലും ചൂടായിരുന്നു. ബസ് ഡ്രൈവറാണെങ്കിൽ വരുന്നുമില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. ബസ് കയറിയിട്ട് വീട്ടിലെല്ലാം എത്തിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ധ്യാനൂസിനെ കൂട്ടാൻ വേണ്ടി പോയി. അവനാണേൽ എന്നും പറയും അമ്മയെ കൂട്ടാൻ വരണേ, സ്കൂളിൽ കൂട്ടാൻ വരണേ. അവന് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ കൂട്ടാൻ വരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ സ്കൂളിൽ കൂട്ടാൻ ചെന്ന് ഓടി വന്നു കേട്ടോ. നമ്മൾ ബൈക്കിൻ്റെ ഒച്ച, ബുള്ളറ്റിൻ്റെ ഒച്ച കേൾക്കുമ്പോഴേ ഓടി വരും കേട്ടോ. യൂണിഫോം ഒന്നും പറയണ്ട, ഫുള്ള് ചെളിയാണ്, വേറെ താകെ ക്ഷീണിച്ചിരിക്കുന്നു. അപ്പോൾ കുട്ടികൾ വീഡിയോ എടുക്കുന്നാലേന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന കേട്ടോ. അതാണ് ധ്യാനൂസിൻ്റെ ടീച്ചർ. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിൽ വന്ന് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ല നല്ല വീഡിയോകളായിട്ട് ഇനിയും വരും. അപ്പോൾ ടാറ്റാ, ബൈ.